So good evening. KWA ഓപ്പൺ ടെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെക്കാനിക്കൽ സെഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ക്വാർട്ടർ ആൻഡ് പിൻ ജോയിന്റ്സും സർഫസ് ടെക്സ്ചറാണ്. ശ്രദ്ധിക്കുക, എന്താണ് ഒരു ക്വാർട്ടർ ജോയിന്റ് എന്ന് പറഞ്ഞാൽ? ക്വാർട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ക്വാർട്ടർ ആൻഡ് പിൻ ജോയിന്റ്സ് ആർ ടെമ്പററി ജോയിന്റ്സ് ആണ് നമുക്ക് കാര്യം ഓർത്ത് വയ്ക്കുക. ഈ ക്വാർട്ടർ മീൻസ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ആപ്പ് എന്ന് നമ്മൾ പറയുന്നത്, അതിനാണ് നമ്മൾ ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പം അത് എന്തായിരിക്കും, അതൊരു ടെമ്പററി ജോയിന്റ് ആണ് നമുക്ക് കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പൊ നമുക്ക് ക്വാർട്ടർ നമ്മൾ ഡെഫിനേഷൻ പറയുക ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ക്വാർട്ടർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫ്ലാറ്റ് വെഡ്ജ് ഷേപ്ഡ്, ഓർത്ത് വയ്ക്കുക, ഫ്ലാറ്റ് വെഡ്ജ് ഷേപ്ഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ വെഡ്ജ് ഷേപ്ഡ് മെയ്ഡ് ഓഫ് സ്റ്റീൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ. സ്റ്റീൽ ഹാവിങ് എന്തായിരിക്കും ടാപ്പേർഡ് അറ്റ് ബോത്ത് ഓർ സിംഗിൾ സൈഡ്സ്. ഇപ്പൊ ഈ കൊടുത്തിരിക്കുന്ന നമ്മളിപ്പോ ഈ വരച്ചിരിക്കുന്നതാണ് നമ്മൾ ഈ ക്വാർട്ടർ എന്ന് പറയുന്നത്. അതാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയാണ് നമുക്കൊരു ഇതൊരു ഫ്ലാറ്റ് വെഡ്ജ് ഷേപ്ഡ് മെറ്റീരിയൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പം ഈ ടാപ്പർ എന്ന് പറയുന്നത് ഒരു ടെമ്പററി ഫാസ്റ്റിംഗ് മെത്തേഡ് ആണ്. അതും കൂടെ ഓർത്ത് വയ്ക്കുക. ക്വാർട്ടർ ഇറ്റ് ഈസ് എ ടെമ്പററി ഫാസ്റ്റിംഗ് മെത്തേഡ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാനുള്ള പോയിന്റ് ആണ്, ടെമ്പററി ഫാസ്റ്റിംഗ് മെത്തേഡ്. നമ്മൾ നട്ട് ബോൾട്ട് പോലെ തന്നെയാണ് കാര്യം, നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റും അല്ലെ. ഇത് നമ്മൾ ലാപ്പ് വെക്കില്ലേ, അത് നോക്കിയാൽ മതി. അപ്പം അതിന്റെ അതേ സെയിം ആപ്ലിക്കേഷൻ ആണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് എന്തായിരിക്കും റിമൂവ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് രണ്ട് കോൺടാക്ട്സ് അല്ലെങ്കിൽ രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പെർമനന്റ് ഫാസ്റ്റിംഗ് മെത്തേഡായ വെൽഡിങ് ബ്രേസിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഒരു ഡയഗ്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു സ്കീമാറ്റിക് ആയിട്ട് നമുക്ക് ഒന്നും അധികം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല. ഇതിന്റെ ഇങ്ങനെ ആയിരിക്കും ഈ ഒരു സംഭവം ഇരിക്കുക. നോക്കിയേ, ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ ഇതായിരിക്കും ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത്, ക്വാർട്ടർ. അപ്പം ഈ ക്വാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിനൊരു ലെങ്ത് ഉണ്ട്. നോക്കിയേ, ഈ ലെങ്തിനാണ് നമ്മൾ എൽ എന്ന് പറയുന്നത്. ദിസ് ക്വാർട്ടർ ഈസ് ഹാവിംഗ് ലെങ്ത് എൽ. അപ്പൊ ഇതിനെ എങ്ങനെ സ്പെസിഫൈ ചെയ്യും, അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 1:2048 to 1:24. അത് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് ക്വാർട്ടർ ഈസ് സ്പെസിഫൈഡ് ആസ് 1:48 to 1:24 എന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ചോദിച്ചിട്ടുള്ളതാണ്. കോമൺലി സ്റ്റാൻഡേർഡ് ടേപ്പർ, അത് നമ്മൾ ഇത് എന്താണെന്നുള്ളൊരു കാര്യം പറയുന്നതിന് മുന്നേ അതുകൂടെ ഓർത്ത് വയ്ക്കുള്ളൂ. കോമൺലി സ്റ്റാൻഡേർഡ് ടേപ്പർ എന്തായിരിക്കും വരിക, ഈസ് 1:24 ആണ്. അതും ഓർത്ത് വയ്ക്കുക. 1:48 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക, ഓരോ 48 mm ലെങ്ത് കഴിയും തോറും എന്തായിരിക്കും, 1 mm വിട്ട് കുറഞ്ഞു വരും. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അതായത് നമ്മൾ പറഞ്ഞതിന്റെ ലെങ്ത് എൽ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഓരോ 48 mm ലെങ്ത് കൂടുമ്പോഴും 1 mm വിട്ട് വെച്ചിട്ട് കുറഞ്ഞു വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ലെങ്ത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഫുൾ ലെങ്ത് കവർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്തായിരിക്കും ലെങ്ത് ഇതിന്റെ വിട്ട് കുറഞ്ഞു വരും അല്ലെ. ഇവിടെ മാക്സിമം ഇവിടെ നല്ല വിട്ടുണ്ട്, ഇവിടെ എന്തായിരിക്കും വരിക, വിട്ട് കുറഞ്ഞു വരും. അപ്പം അതാ ഇവർ പറയുന്നത് ഈ ടാപ്പറിന് അല്ലെങ്കിൽ ഈ ഷാർപ്പ്നെസ്സിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഏതൊരു 1:48 to 1:24. 1:24 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഓരോ 24 mm ലെങ്ത് കഴിയുമ്പോഴും 1 mm വിട്ട് വെച്ചിട്ട് എന്തായാലും കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കോമൺലി യൂസ്ഡ് ടാപ്പേർഡിന്റെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും വരിക, 1:24 ആണ് കോമൺലി യൂസ്ഡ് ടാപ്പർ എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, നമ്മൾ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ക്വാർട്ടർ ജോയിന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. സോ ക്വാർട്ടർ ജോയിന്റ്സ് എന്താണ്, ക്വാർട്ടർ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി ക്വാർട്ടർ ജോയിന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ പറയുമ്പോഴത്തേക്ക് എന്താ, മൂന്ന് ടൈപ്സ് ഉണ്ട്. ഒന്നാമത്തെ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ക്വാർട്ടർ ജോയിന്റ് വിത്ത് സ്ലീവ്, ക്വാർട്ടർ ജോയിന്റ് വിത്ത് സ്ലീവ്. രണ്ടാമത്തത് ക്വാർട്ടർ ജോയിന്റ് വിത്ത് സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട്, ക്വാർട്ടർ ജോയിന്റ് വിത്ത് സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് എൻഡ്. അവസാനത്തത് ക്വാർട്ടർ ജോയിന്റ് വിത്ത് ജിബ്, JIB. അത് നമുക്കിപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. പക്ഷേ അത് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്നത് സാധാരണ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുക ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ
ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കിയേ ഈ ക്വാർട്ടർ ജോയിന്റ് വിത്ത് സ്ലീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഫസ്റ്റ് വൺ ക്വാർട്ടർ ജോയിന്റ് വിത്ത് സ്ലീവ് ആണെങ്കിൽ അത് ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് ടു സർക്കുലർ ഷാഫ്റ്റ്സ് അല്ലെ? നോക്കിയേ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു സർക്കുലർ ഷാഫ്റ്റ്സ്. ഇതേപോലെ ഇതായിരിക്കും അതിന്റെ ഒരു ഫിഗർ നമുക്ക് പറയാൻ പറ്റും. 2 സർക്കുലർ ഷാഫ്റ്റ് ഉണ്ടോ? ഇതൊരു ഷാഫ്റ്റ്, ഇത് ഡ്രൈവർ ഷാഫ്റ്റ്, റിബൺ ഷാഫ്റ്റ് ആണെങ്കിൽ അവർ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടുണ്ട്. ഈ ക്വാർട്ടർ ജോയിന്റ് വെച്ചിട്ട് ക്വാർട്ടർ ജോയിന്റ് വിത്ത് സ്ലീവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് അവനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കിയേ ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇത് സർക്കുലർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം വലിയ ഇതായിരിക്കും വരിക. ഇത് നമുക്ക് ഈ ക്വാർട്ടർ എന്ത് ചെയ്യുന്നുണ്ട്? ക്വാർട്ടർ ഈ നടുക്ക് ഈ ഹോളിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നോക്കിയേ ഈ നമ്മളുടെ ഷാഫ്റ്റിലും ഹോൾ ഉണ്ടാവും, പിന്നെ എന്തായിരിക്കും വരിക? നമ്മളുടെ ഈ ജോയിന്റ് പാർട്ടിലും ഹോൾ ഉണ്ടാവും. അപ്പൊ ഈ സർക്കുലർ റൊട്ടേഷൻ പറ്റത്തില്ല. ഇവിടെ എന്തായിരിക്കും പറയാൻ പറ്റുക? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കണക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് ഷാഫ്റ്റ്. അത് ഓർത്ത് വയ്ക്കുക. മൂവ്മെന്റ് എങ്ങനെ ആയിരിക്കും? റെസിപ്രോക്കേറ്റിംഗ് മൂവ്മെന്റ് ആയിരിക്കും, സർക്കുലർ മൂവ്മെന്റ് ആയിരിക്കത്തില്ല. അപ്പോൾ അടുത്ത പോയിന്റ് ഓർത്ത് വയ്ക്കുക. ക്വാർട്ടർ ജോയിന്റ് വിത്ത് സ്ലീവ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്തായിരിക്കും? കണക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് ഷാഫ്റ്റ്. റെസിപ്രോക്കേറ്റിംഗ് ഷാഫ്റ്റ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ക്വാർട്ടർ ജോയിന്റ് വിത്ത് സ്ലീവ് ആണെങ്കിൽ യൂസ്ഡ് ഫോർ സർക്കുലർ ഷാഫ്റ്റ് ആയിരിക്കും. യൂസ്ഡ് ടു കണക്ട് ടു സർക്കുലർ ഷാഫ്റ്റ്. അവിടുത്തെ മോഷൻ എന്തായിരിക്കണം? മോഷൻ ഈസ് റെസിപ്രോക്കേറ്റിംഗ് ആയിരിക്കണം. ഓക്കെ. പിന്നെ ഡി എന്ന് പറയുന്നത് ഷാഫ്റ്റ് ഡയമീറ്റർ ആണെങ്കിൽ ഡി ബി ദ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ്. ഡി ബി ദ ഡയമീറ്റർ ഓഫ് ഷാഫ്റ്റ് ആണെങ്കിൽ ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സ്ലീവ്. ഒന്നാമത്തത് ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സ്ലീവ്. ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സ്ലീവ് എന്ന് പറയുന്നത് 2.5 ഇൻറ്റു ഡി ആണ്. രണ്ടാമത്തത് ലെങ്ത് ഓഫ് ദ സ്ലീവ്. ലെങ്ത് ഓഫ് ദ സ്ലീവ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു ഡി. ഈക്വൽ ടു 8 ഇൻറ്റു ഡി. അടുത്തത് തിക്നെസ് ഓഫ് ദ ക്വാർട്ടർ പിൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. തിക്നെസ് ഓഫ് ദ ക്വാർട്ടർ പിൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ഓർത്ത് വയ്ക്കുക. തിക്നെസ് ഓഫ് ക്വാർട്ടർ പിൻ is equal to 0.31 into D. It is equal to 0.31 into D. അത് ഈ ക്വാർട്ടർ പിന്നിന്റെ തിക്നെസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഔട്ട്സൈഡ് ഡയമീറ്റർ ഇതാണ് നമ്മുടെ സ്ലീവ് എന്ന് പറയുന്നത്. ഈ സ്ലീവിന്റെ ഇൻസൈഡ് ഡയമീറ്ററും ലെങ്തും ആണ്, ഔട്ട്സൈഡ് ഡയമീറ്റർ ലെങ്തും ആണ് നമ്മൾ ആദ്യത്തെ 2 ഇക്വേഷൻസ് പറഞ്ഞത്. പിന്നെ നമ്മൾ ക്വാർട്ടർ പിന്നിന്റെ തിക്നെസ് പറയുന്നുണ്ട്. അടുത്തായിരിക്കും വരിക ക്വാർട്ടർ പിന്നിന്റെ ലെങ്ത് ഓഫ് ക്വാർട്ടർ പിൻ ലെങ്ത് ഇതായിരിക്കും വരിക ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ഡി. സോ ഈ ഒരു ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഈ 3ഉം 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. തിക്നെസ് ഓഫ് ദ ക്വാർട്ടർ പിന്നും ലെങ്ത് ഓഫ് ദ ക്വാർട്ടർ പിന്നും അത് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വളരെ ഷാഫ്റ്റ് ഡയമീറ്റർ വന്നിട്ട് ബാക്കി തിക്നെസ്സോ ലെങ്തോ കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഞാൻ എന്തായിരിക്കും ഇത് നോക്കിയേ, സോക്കറ്റ് ഓർ രണ്ടാമത്തെ ക്വാർട്ടർ ജോയിന്റ് എന്തായിരിക്കും വരിക? സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കണക്ട്. ഇതായിരിക്കും വരിക ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കണക്ട്. അതിന് മുന്നേ ഒരു പോയിന്റ് ഉണ്ട്. വിഡ്ത്ത് ഓഫ് ദ ക്വാർട്ടർ പിൻ. തിക്നെസ് ആയി, പിന്നെ എന്തായിരിക്കും വരിക? ക്വാർട്ടർ പിൻ ലെങ്ത് ആയി, പിന്നെ വിഡ്ത്ത് ഓഫ് ക്വാർട്ടർ പിൻ. ഇതായിരിക്കും വരിക 1.25 ടൈംസ് ഡയമീറ്റർ. ഡി ആയിരിക്കും. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ആയിരിക്കും. അടുത്ത നോക്കിയേ, ഇത് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്വാർട്ടർ പിൻ ജോയിന്റ് വിത്ത് സ്ലീവ് ആണ്. രണ്ടാമത്തെ നോക്കിയത് വിത്ത് ക്വാർട്ടർ പിൻ ജോയിന്റ് വിത്ത് സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കണക്ടിങ് സർക്കുലർ റോഡ് ആണ്. അതും എന്തായിരിക്കും? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കണക്ടിങ് സർക്കുലർ റോഡ്. വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, അത് ഈ ഒരു കാര്യം മാത്രം ഓർത്ത് വയ്ക്കുക. പിന്നെ ജിബ്, ക്വാർട്ടർ ജോയിന്റ് വിത്ത് ജിബ് ആണെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കണക്ട് സ്ക്വയർ ആൻഡ് റെക്ടാങ്കുലർ റോഡ്. ഇതായിരിക്കും യൂസ്ഡ് ടു കണക്ട് സ്ക്വയർ ആൻഡ് റെക്ടാങ്കുലർ റോഡ്. അത് ഓർത്ത് വയ്ക്കുക. റെക്ടാങ്കുലർ റോഡ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഷാഫ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതാണ് ഇതിന്റെ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്ത നമുക്ക് വരുന്ന പറഞ്ഞാല് ഇതാണ് സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിന്റിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. നോക്കിയത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്ലീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇപ്പൊ നമുക്ക് ഹോളുണ്ട്. ഈ ഹോളിലേക്കായിരിക്കും നമ്മൾ ഈ കോട്ടൺ നമ്മൾ ഇറക്കി വെക്കുന്നത് അല്ലെ? അപ്പൊ ഇതുകൊണ്ട് ഇതിനെ റൊട്ടേഷൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്തായിരിക്കും വരിക? ഉള്ളി റെസിപ്രോക്കേറ്റിംഗ് ആക്ഷൻ മാത്രമേ നമുക്കിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഓർത്ത് വയ്ക്കാം. അടുത്ത നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ടാപ്പർ പിൻ.
ടാപ്പർ പിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ടാപ്പർ പിൻ ഈസ് എ റൗണ്ട് കീ ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പവർ ട്രാൻസ്മിഷൻ. പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന റൗണ്ട് കീ ആണ് നമ്മൾ ടാപ്പർ പിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പൊ നമുക്ക് എന്താ വലിയ ഡെഫിനിഷനോ കാര്യങ്ങളൊന്നും വേണ്ട. അതിനകത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്: ടാപ്പർ പിന്റെ സ്റ്റാൻഡേർഡ് ടാപ്പർ പ്രൊവൈഡ് എത്രയായിരിക്കും വരിക? 1:15. അപ്പം അത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ടാപ്പർ പ്രൊവൈഡഡ് എത്രയായിരിക്കും വരിക? 1:50 എന്ന് ഓർത്ത് വയ്ക്കാം. എന്ന് വെച്ചാൽ 1:50 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും പറയുക? ഓരോ 50 മീറ്റർ 50 mm കഴിയുമ്പോഴും ഒരു എന്തായിരിക്കും 1 mm വിഡ്ത്ത് കുറഞ്ഞുകൊണ്ട് വരും. ഫോർ എക്സാമ്പിൾ ഇതൊരു 20 mm ലെങ്ത് ആണെന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഡയമീറ്റർ, ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത്, ഡയമീറ്ററിലെ ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 mm എന്ന് വിചാരിക്കാം. അപ്പം സ്റ്റാൻഡേർഡ് ടേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? 1:50 ആണ്. 1:50 എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ 50 mm കഴിയും തോറും 20 അല്ല 200 mm എന്ന് വിചാരിക്കാം കേട്ടോ. അതല്ല 200 mm. ലെങ്ത് 200 mm ആണ്, വിഡ്ത്ത് 12 mm എന്ന് വിചാരിക്കാം. അപ്പം സ്റ്റാൻഡേർഡ് ടേപ്പർ സൈസ് എന്ന് പറഞ്ഞാൽ 1:50 ആണ്. ഓരോ 50 mm ലെങ്ത് കഴിയും തോറും ഒരു ഇതായിരിക്കും 1 mm വിഡ്ത്ത് കുറഞ്ഞുകൊണ്ട് വരും അല്ലേ? ഇപ്പൊ നമ്മൾക്ക് എങ്ങനെ ആയിരിക്കും വരിക? ഇപ്പൊ 200 എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഒരു ഇത് 12 mm ആണ്. 12 mm എന്ന് പറയുമ്പോഴത്തേക്ക് 50 mm കഴിയുമ്പോഴത്തേക്ക് എത്ര വിഡ്ത്ത് മാറി? എത്രയായി? 12 എന്നുള്ള വിഡ്ത്ത് മാറി 11 ആയി. അടുത്ത 50 mm കഴിയുമ്പോഴത്തേക്ക് എത്രയായി? അത് വീണ്ടും 10 ആയി. അടുത്ത 50 mm കഴിയുമ്പോഴത്തേക്ക് എത്രയായി? 9 ആയി. അവസാനം ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് എത്ര ആയിരിക്കും വരിക? 8 mm വരിക. സോ ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ സ്റ്റാൻഡേർഡ് ടേപ്പർ സൈസ് വരുന്നത്. കാര്യം 1:50 ആണ് അതിന്റെ ഇതായിരിക്കും സ്റ്റാൻഡേർഡ് ടേപ്പർ എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് ഓരോ 50 mm കഴിയും തോറും ഇതായിരിക്കും 1 mm വിഡ്ത്ത് നമുക്ക് കുറഞ്ഞു വരും. സോ ഇത് ഓർത്ത് വയ്ക്കുക. ഇത് ഒരുപാട് തവണ ടേപ്പറിന്റെ പാർട്ടിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് ടേപ്പർ പ്രൊവൈഡ് ഈസ് 1:50 എന്നുള്ളൊരു റിലേഷൻ റിസൾട്ട് നമ്മൾ ഓർത്ത് വയ്ക്കുക. കാര്യം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പോകണ്ട. കാര്യം സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് പോലുള്ള എക്സാംസിനൊക്കെ ഇത്രയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. കാര്യം നമ്മൾ ഇതിന്റെ കൂടുതലായിട്ട് നമുക്ക് ഇതായിരിക്കും പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇതിന്റെ ഡിസൈനോ കാര്യങ്ങളോ നമുക്ക് ആവശ്യമില്ല, കാൽക്കുലേഷൻസും നമുക്ക് ആവശ്യമില്ല. സോ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് സർഫസ് റഫ്നെസിനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്ന ഒരു മേഖലയാണ്. സോ നോക്കുക, അടുത്ത ടോപ്പിക്കാണത്. അപ്പം സർഫസ് റഫ്നെസ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരു സർഫസ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളൊരു വർക്ക് പീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ വർക്ക് പീസിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ആ വർക്ക് പീസ് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ എന്തായിരിക്കും ഫിനിഷിങ്ങിനെയാണ് നമ്മൾ എന്തായിരിക്കും ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം സർഫസ് റഫ്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രമാത്രം ഇറഗുലാരിറ്റീസ് അതിനകത്ത് ഉണ്ടാകും, അതാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിലായിരിക്കും നമുക്ക് ഇറഗുലാരിറ്റീസ് ഉണ്ടാകുന്നത്? ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സർഫസ് ടെക്സ്ചർ. അത് ആ ഒരു വാക്ക് ഓർത്ത് വയ്ക്കുക, സർഫസ് ടെക്സ്ചർ. എന്താ സർഫസ് ടെക്സ്ചർ എന്ന് പറഞ്ഞാല്? സർഫസ് ടെക്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്യൂ ടു ടൂൾ കട്ടിങ് ആക്ഷൻ ഇറഗുലാരിറ്റീസ് ഇൻ സർഫസ്. നമ്മളെ വർക്ക് പീസിനകത്ത്, നമ്മൾ ഈ വർക്ക് പീസ് അയൺ പീസോ എന്തോ ആയിക്കട്ടെ, നമ്മൾ വർക്ക് ചെയ്യുന്ന ഈ പീസിനകത്ത് എന്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ കട്ടിങ് മൂലം ഇറഗുലാരിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് കാൾഡ് സർഫസ് ടെക്സ്ചർ. ഇറ്റ് ഈസ് ഡ്യൂ ടു, ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് ഡ്യൂ ടു ഇതായിരിക്കും ടൂൾ കട്ടിങ് ആക്ഷൻ. ഇറഗുലാരിറ്റി ഡ്യൂ ടു ടൂൾ കട്ടിങ്. ഇറഗുലാരിറ്റി ഡ്യൂ ടു ടൂൾ കട്ടിങ്. നമ്മൾ കട്ടിങ് മെഷീനോ ഇതായിരിക്കും ഫോർ എങ്ങനെയാണോ മെഷീൻ ടൂളോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ വർക്ക് പീസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തെ ആ ടൂൾ മൂലം സംഭവിക്കുന്ന ഇറഗുലാരിറ്റി അല്ലെങ്കിൽ എന്തായിരിക്കും ആ റഫ്നെസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ സർഫസ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇറഗുലാരിറ്റി ഡ്യൂ ടു ടൂൾ കട്ടിങ് ആക്ഷൻ. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിനാണ് നമ്മൾ സർഫസ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അടുത്ത റഫ്നെസ് ഹൈറ്റ് നോക്കി. എന്തായിരിക്കും റഫ്നെസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? നമുക്കിപ്പോ നമ്മൾ ഈ റഫ്നെസ്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും വരിക? ഒരു ഹില്ലും വാലി അല്ലെ, ഇങ്ങനെ ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇത് റഫ്നെസ് ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇറ്റ് ഈസ് ആവറേജ് ഹൈറ്റ് ബിറ്റ്വീൻ അല്ലെ, എന്തായിരിക്കും ഇതൊരു ഹില്ലും ഒരു വാലി. അപ്പം അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവറേജ് ഹൈറ്റ് ഓർ ഡെപ്ത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ എന്തായിരിക്കും റഫ്നെസ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ഇറ്റ് ഈസ് ആവറേജ് ഹൈറ്റ് ഓർ ഡെപ്ത് അല്ലെ. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ റഫ്നെസ് ഹൈറ്റ് നമ്മൾ ഒരു ഇറഗുലാരിറ്റി വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് ഇറഗുലാരിറ്റി അവിടെ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? അതൊരു വേവ്നെസ് ഹൈറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതായിരിക്കും സൂപ്പർ ഇമ്പോസിഷൻ ഓഫ്
സോറി സൂപ്പർ ഇമ്പോസിംഗ് ഓഫ് റഫ്നെസ്. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് വേവ്നെസ് ഹൈറ്റ് എന്ന് പറയാൻ പറ്റും. അത് സൂപ്പർ ഇമ്പോസിംഗ് ഓഫ് റഫ്നെസ് അല്ലെ. ഈ റഫ്നെസിന്റെ ഒരു കൂട്ടത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് വേവ്നെസ് ഹൈറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നോക്കി ഇത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു വേവ് രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ വേവ്നെസ് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായിരിക്കും ലേ ഡയറക്ഷൻ. ലേ ഡയറക്ഷൻ പിന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്ഷൻ ഇൻ വിച്ച് ദ വേവ് ഈസ് ഫോം. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തായിരിക്കും ഇറഗുലാരിറ്റീസ് നമ്മൾ റഫ്നെസ് ഹൈറ്റ് എന്ന് വിളിച്ചു. ഒരു ഗ്രൂപ്പ് ഓഫ് ഇറഗുലാരിറ്റീസ് നമ്മൾക്ക് സോറി ഒരു ഗ്രൂപ്പ് ഓഫ് റഫ്നെസ് ഹൈറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു വേവ്നെസ് ഹൈറ്റ് എന്ന് പറയുന്നുണ്ട്. ആ വേവ്നെസ് ഹൈറ്റിന്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് കാൾഡ് ലേ ഡയറക്ഷൻ. ദാറ്റ് ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഓഫ് ദ വേവ്നെസ് ഹൈറ്റ്. ഇറ്റ് ഈസ് കാൾഡ്, അതിനെ നമുക്ക് പറയാൻ പറ്റും ലേ ഡയറക്ഷൻ. നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും? ഡയറക്ഷൻ ഓഫ് വേവ്നെസ് ഹൈറ്റ് അല്ലെ. ഡയറക്ഷൻ ഓഫ് വേവ്നെസ് ഹൈറ്റ്. ആ ഡയറക്ഷൻ ആണ് ഞാൻ ഇപ്പൊ ഈ ആറിൽ ഇവിടെ വരച്ചു കൊടുത്തിരിക്കുന്നത്. അടുത്തതായിരിക്കും ഫ്ലോ. ഫ്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് ഡ്യൂ ടു, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലോ ഇറ്റ് ഈസ് ഡ്യൂ ടു irregularity due to crack in workpiece. It is due to the roughness caused due അല്ലെങ്കിൽ roughness existing because of the എന്തായിരിക്കും ക്രാക്ക് അല്ലെ. നമ്മളെ വർക്ക് പീസിന്റെ എന്തായിരിക്കും ഇറഗുലർ ക്രാക്കോ അല്ലെങ്കിൽ വോയിഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇറഗുലാരിറ്റി നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ഫ്ലോ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറഗുലാരിറ്റി ഡ്യൂ ടു ക്രാക്ക് ഇൻ വർക്ക് പീസ്. അതിനാണ് നമുക്ക് ഫ്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കിതിനകത്ത് അറിയാനുള്ള അപ്പം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, സർഫസ് റഫ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ്? സർഫസ് ടെക്സ്ചർ എന്നുള്ള കാര്യം ഓർത്ത് നോക്കി. ഇറഗുലാരിറ്റി ഡ്യൂ ടു ടൂൾ കട്ടിങ്ങിന്റെ സർഫസ് ടെക്സ്ചർ എന്ന് പറയും. ഇറഗുലാരിറ്റി ഡ്യൂ ടു ക്രാക്ക് ഇൻ ദ വർക്ക് പീസിനാണ് നമ്മൾ ഫ്ലോ എന്ന് പറയും. പിന്നെന്തായിരിക്കും റഫ്നെസ് ഹൈറ്റ്. ഇറ്റ് ഈസ് ആവറേജ് ഹൈറ്റ് ഓർ ഡെപ്ത്. പിന്നെന്തായിരിക്കും ഗ്രൂപ്പ് ഓഫ് റഫ്നെസ് ഹൈറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും? വേവ്നെസ് ഹൈറ്റ് എന്ന് പറയാൻ പറ്റും. ആ വേവിന്റെ ഡയറക്ഷൻ നമുക്ക് ലേ ഡയറക്ഷൻ എന്ന് പറയാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ അറിഞ്ഞാൽ മതി. ഈ റഫ്നെസ് വാല്യൂസ് നമുക്ക് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന നമുക്ക് കാര്യം നമ്മൾ ഓർത്തിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഈ റഫ്നെസ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ മൈക്രോമീറ്ററിലായിരിക്കും ഇതിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ പല ഗ്രേഡ് ഉണ്ട്. നോക്കിയേ, N1 to N12 നമുക്ക് പറയാൻ പറ്റും. N1 to N12 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. N12 ആണെങ്കിൽ ഇപ്പം സാധാരണ ചില ടെക്സ്റ്റിൽ N12 ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് ഈ രൂപത്തിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഇതായിരിക്കും ഈ ട്രയാങ്കിൾ രൂപത്തിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ രൂപത്തിലായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പം RA എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? RA ഈസ് എ റഫ്നെസ് വാല്യൂ ആണ്. RA എന്ന് പറയുന്നത് RA ഈസ് എ റഫ്നെസ് വാല്യൂ. അപ്പൊ അത് പഠിച്ചു വെക്കുക, ഓർത്തു വെക്കുക. ഇതിന് ഓരോ വാല്യൂസിനും ഓരോ ഗ്രേഡ് ഉണ്ട്. നോക്കിയേ, 1 മുതൽ 12 വരെ. അപ്പം നമ്മളിത് പറയുന്നത് 12 മുതൽ 1 വരെ. ദാറ്റ് ഈസ് 12, 11, 10, 9 അപ് ടു 1 വരെ. അപ്പം ഇതിന്റെ 12 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്ര? 50. ഇനി ഇതിനെല്ലാം നേരെ പകുതി എടുത്ത് പോയാൽ മതി. നോക്കി 50 മാറി 25, 25ന്റെ പകുതി 12. ഇവിടെ ഉള്ളൂ ഈ രണ്ട് വാല്യൂസുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ഉള്ളത്. കാര്യം 12 6 നമ്മളുടെ റൗണ്ട് ചെയ്ത് 6.3 കൊടുത്തിട്ടുണ്ട്. അതിന്റെ പകുതി 3.2, ബാക്കി എല്ലാം 1.6, 1.6 പകുതി 0.8, 0.8 പകുതി 0.4, അതിന്റെ പകുതി 0.2, 0.1, 0.05, 0.025. അപ്പൊ ഇതായിരിക്കും ഇതിന്റെ ഒരു വാല്യൂസ് എന്ന് പറയുന്നത്. ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ടേബിള് ഓർത്ത് വയ്ക്കുക. കാര്യം നമുക്കത് ചെയ്യാൻ പറ്റും. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ഈ ഗ്രേഡ് വെച്ചിട്ട് ഇത് ആയിരിക്കും ഇതിന്റെ ഹാഫ് എടുത്തിട്ട് പോയാൽ മതി. 50 സ്റ്റാർട്ട് ചെയ്യുന്ന അവസാനം 0.025 എൻഡ് ചെയ്യുന്ന ഓർത്ത് വയ്ക്കാം. ഇത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട്, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ സർഫസ് റഫ്നെസ്. ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ സർഫസ് റഫ്നെസ്. അത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എന്നുവെച്ചാല് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ് ക്യാൻ ബി യൂസ്ഡ്. അപ്പം ആ ഓപ്ഷൻസ് മാറി തിരിഞ്ഞു തരും. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കൊരു 7 ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഒന്നാമത്തെ ഇൻസ്ട്രുമെന്റ് എന്താ? സ്ട്രൈറ്റ് എഡ്ജ്. രണ്ടാമത്തത് ടാലി സർഫ്. ഇതൊക്കെ ഇൻസ്ട്രുമെന്റ്സിന്റെ പേരാണ് കേട്ടോ. ടാലി സർഫ്. തേർഡ് വൺ സർഫസ് ഗേജ്. ഫോർത്ത് വൺ ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്. ഫിഫ്ത്ത് വൺ ടൂൾ മേക്കർ മൈക്രോസ്കോപ്പ്. Then sixth one profilometer. And seventh one
പ്രൊഫൈലർ ഗ്രാഫ്. പ്രൊഫൈലർ ഗ്രാഫ്. അപ്പം സാധാരണ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആർ നോട്ട് യൂസ്ഡ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആർ യൂസ്ഡ് ഫോർ മെഷർമെന്റ് ഓഫ് സർഫസ് റഫ്നെസ്. അപ്പോൾ ഓർത്ത് വയ്ക്കാം, സ്ട്രൈറ്റ് എഡ്ജ്, ടാലി സർഫ്, സർഫസ് ഗേജ്, ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്, ടൂൾ മേക്കേഴ്സ് മൈക്രോസ്കോപ്പ്, പ്രൊഫൈലർ മീറ്റർ, പ്രൊഫൈലർ ഗ്രാഫ്. അപ്പോൾ ഇതാണ് നമ്മുടെ സർഫസ് റഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മിനിമം അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മൾ മുന്നേ പറഞ്ഞത് തന്നെ നമുക്ക് അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് പോട്ട. നമുക്ക് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എക്സാംസിൽ ഇതിന്റെ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത സെഷൻ നമുക്ക് കാണാം. ഓക്കെ, ഇതിലും കാര്യമായിട്ട് പഠിക്കുക. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.